നമസ്കാരം ശ്രീലെ. നമസ്തേ. ശ്രീലെ, കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ബി.ജെ.പിയുടെ ഒരു കൗൺസിലറിനെ പോലീസ് കാപ്പ ചുമത്തി അറസ്റ്റ് ചെയ്തു. ഈ കാപ്പ ചുമത്തിയതിന്റെ രേഖകളോ തെളിവുകളോ ഒന്നും പുറത്തു വന്നിട്ടില്ല. പോലീസ് പറയുന്നത് നമുക്ക് മുഖവിലേക്ക് എടുക്കാനേ കഴിയുകയുള്ളൂ. ഈ വിഷയത്തിൽ ശക്തമായ എതിർപ്പുമായിട്ട് ബി.ജെ.പി ജില്ലാ നേതൃത്വവും നമ്മുടെ നഗരസഭ മേയർ വി രാജേഷും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്തിനാണ് ഈ സുഗതൻ എന്ന വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലത്തിൽ പെടുന്ന വാഴോട്ടുകോണം വാർഡിലെ കൗൺസിലറിനെതിരെ ഇത്തരത്തിലൊരു നടപടി പോലീസ് എന്തിന് എടുത്തു എന്നാണ് അവരൊക്കെ ചോദിക്കുന്നത്. മാത്രമല്ല, ഈ സുഗതന് മേൽ കാപ്പ ചുമത്തി എന്നുള്ളത് ഒരു വ്യാജ ആരോപണമായിട്ടാണ് ബി.ജെ.പിയുടെ ജില്ലാ നേതൃത്വം പറയുന്നത്. എന്നാൽ നമ്മളെല്ലാം കുഴപ്പിക്കുന്ന അല്ലെങ്കിൽ നമുക്കൊരാശയക്കുഴപ്പം നൽകുന്ന ഒരു ചോദ്യം ഇവിടെ ഉയരുകയാണ്. ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ തികഞ്ഞ മൗനം പാലിക്കുകയാണ്. എന്താണ് ഈ മൗനം പാലിക്കുന്നതിന് പിന്നിലെ കാരണം എന്ന് വ്യക്തമല്ല. പക്ഷേ ജില്ലാ നേതൃത്വവും മേയറുമൊക്കെ ഇത്ര ശക്തമായിട്ട് സുഗതന് വേണ്ടി രംഗത്ത് വരുമ്പോൾ ബി.ജെ.പിയുടെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ വലിയ നിസ്സംഗത കാണിക്കുന്നതായിട്ടാണ് അനുഭവപ്പെടുന്നത്. എന്താണ് ഇതേക്കുറിച്ച് ശ്രീലയുടെ അഭിപ്രായം? ഞാൻ ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ സുഗതന് കാപ്പ ചുമത്തിയതുമായി ബന്ധപ്പെട്ടുള്ള എഫ്ഐആർ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് സംഘടിപ്പിച്ചിരുന്നു. എന്റെ കയ്യിൽ ഏതാണ്ട് ഒരു 6ഓളം എഫ്ഐആറുകൾ കിട്ടിയിട്ടുണ്ട്. ആ 6ഓളം എഫ്ഐആറുകളിൽ ചിലത് ഞാൻ ഡൗൺലോഡ് ചെയ്ത് കിട്ടുന്ന എഫ്ഐആറുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് നോക്കി. കാരണം സൈറ്റിൽ കിട്ടുന്ന എഫ്ഐആറുകൾ അഭിഭാഷകരെ വെച്ച് ഞാൻ ഡൗൺലോഡ് ചെയ്തെടുത്തിരുന്നു. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതിൽ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള പല കേസുകളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. സാധാരണഗതിയിൽ രാഷ്ട്രീയ പ്രേരിതമായ കേസുകൾ കാപ്പയുടെ പരിധിയിൽ ഉൾപ്പെടില്ല. അത് എന്തുകൊണ്ട് ഉൾപ്പെട്ടു എന്നുള്ളത് മറ്റൊന്നോ രണ്ടോ കേസുകളുടെ ഒപ്പം രാഷ്ട്രീയപരമായി നടന്നിട്ടുള്ള ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോ വി കെ പ്രശാന്തിന്റെ വണ്ടി തടയുക, അതുപോലുള്ള ചില കേസുകളുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങൾ, ആ കാര്യങ്ങളിൽ ആ കേസുകൾ കൂടി ഇതിനോടൊപ്പം ചേർത്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോ തീർച്ചയായിട്ടും അങ്ങനെ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കാപ്പ ചുമത്തപ്പെട്ടു എന്ന് പറയപ്പെടുന്ന കഴിഞ്ഞ തിങ്കളാഴ്ചയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് മനഃപൂർവ്വം ജയിലിലേക്ക് അയക്കാനും തടങ്കലിലേക്ക് മാറ്റാനും വേണ്ടി, അതായത് ബി.ജെ.പിയുടെ തിരുവനന്തപുരത്തെ നഗരസഭാ ഭരണം പോലും അട്ടിമറിക്കാനാണോ എന്ന് പോലും സംശയിക്കാൻ അതിൽ വകയുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ തന്നെ രണ്ടാമത് ഇപ്പോ 2023 കേസുകളൊക്കെ ഞാൻ 2023 കേസാണ് ആദ്യം എടുത്തത്, നെടുമങ്ങാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ളത്. അപ്പൊ അതുപോലെ തന്നെ അടുത്ത കാലത്ത് എടുത്തിട്ടുള്ള വെള്ളക്കടവിലെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസ്, ആ കേസിലൊക്കെ നമുക്കറിയാം സാധാരണഗതിയിൽ ഒരു തർക്കം ഉണ്ടാകുന്നു. കൗൺസിലർ അവിടെ എത്തേണ്ട ആളാണ്, കൗൺസിലർ അവിടെ എത്തുന്നു, അവിടെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുടെ സജീവ ഭാഗമാകുന്നു. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൽ 307 ചാർജ് ചെയ്തുകൊണ്ട്, അതായത് മനഃപൂർവ്വം വളരെ കൃത്യമായി തന്നെ ഇത് ചെയ്യണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അങ്ങനെ ഒരു വകുപ്പിട്ട് ചാർജ് ചെയ്തുകൊണ്ട് അവിടെ ഇപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതായത് വധശ്രമം പോലെയുള്ള മാരകമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. അതെ, തീർച്ചയായും. അതിൽ നമുക്ക് പ്രത്യേകം നോക്കേണ്ടത് 2012 മുതലാണ് സുഗതൻ കേസിൽ പെടുന്നത്. 2012 മുമ്പ് സുഗതന്റെ പേരിൽ ഒരു കേസുമില്ല. അപ്പൊ 2012 ശേഷമുള്ള കാലയളവിൽ സുഗതൻ ഈ കേസിന്റെ ഭാഗമാവുകയും സുഗതനെ കേസുകളിൽ പെടുത്തുകയും സുഗതൻ അവിടെ ചെറുത്തുനിൽപ്പ് നടത്തുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബി.ജെ.പിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും മറ്റു ചില വിഷയങ്ങളിലും ഒക്കെ സുഗതൻ നടത്തുന്ന ചെറുത്തുനിൽപ്പുകൾ അല്ലെങ്കിൽ സുഗതന്റെ വ്യക്തിപരമായ വിഷയമായിക്കോട്ടെ, പക്ഷെ അത് വരുമ്പോൾ പോലും സുഗതനെ വലിയ രീതിയിൽ ആക്രമിക്കാനും സുഗതനെ ഇല്ലാതാക്കാനുമുള്ള ശ്രമങ്ങളുടെ ഭാഗമായി തന്നെ അങ്ങനെ പലപ്പോഴും എഫ്ഐആറുകൾ ഇട്ടിരിക്കുന്നതും വകുപ്പുകൾ ചേർത്തിരിക്കുന്നതും എല്ലാം അങ്ങനെ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഒരുപക്ഷെ സുഗതൻ ഇത് നേരിട്ട് മനസ്സിലാക്കാൻ മുമ്പ് സാധിച്ചിട്ടുണ്ടായില്ല, അല്ലെങ്കിൽ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് വേണം കരുതാൻ. ഇങ്ങനെ ഒരു അപകടം ഒരുപക്ഷെ സുഗതനും കണ്ടിട്ടുണ്ടാവില്ല. കാപ്പ ചുമത്താനുള്ള പരിപാടിയാണ് ഇത് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഞാൻ ചോദിക്കട്ടെ, കാപ്പ ചുമത്തുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ചയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച കാപ്പ ചുമത്തുന്നു. കോടതി 7-ാം തീയതി കോടതിയില് 7 ദിവസത്തിനകം ഹാജരാകണം എന്ന് പറഞ്ഞുകൊണ്ട് കോടതി പറയുന്നു. അയാൾ ഹാജരാവാനിരിക്കുമ്പോൾ അയാൾക്ക് ചിക്കൻ ബോക്സ് ഉണ്ടാകുന്നു. ചിക്കൻ ബോക്സ് ഉണ്ടാകുമ്പോൾ അയാൾ കോടതിയെ സമീപിക്കുന്നു. എനിക്ക് ചിക്കൻ ബോക്സ് ആണ്, എനിക്ക് കുറച്ച് ദിവസം കൂടി നീട്ടിത്തരണം. അതിന്റെ തലേ ദിവസം അവിടെ വന്ന് ഇത്രയധികം പ്രതിസന്ധി സൃഷ്ടിച്ച് പ്രശ്നങ്ങൾ സൃഷ്ടിച്ച് അവിടെ ഞാൻ ചോദിക്കുന്നു, ഒരാൾ ഒളിവിലാണെങ്കിൽ വീട്ടിലല്ലല്ലോ ഒളിവിൽ കഴിയുക. ഒരാൾ ഒളിവിലാണെങ്കിൽ അയാൾ വീട്ടിലുണ്ടാവില്ലല്ലോ. അപ്പൊ വീട്ടിലുള്ള ഒരാളെ അങ്ങനെ പിടിച്ചുകൊണ്ടുപോകും. ആ പിടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യം കാണുമ്പോൾ തന്നെ നമുക്ക് വളരെ കൃത്യമായി ചില കാര്യങ്ങൾ ബോധ്യമാകുന്നു. ആ പിടിച്ചുകൊണ്ടുപോകുന്ന ദൃശ്യങ്ങളിൽ അവിടെ ഒരു സുഗതൻ പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യം എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞുകൊണ്ട് ചാനലുകൾ വിട്ട ഒരു ദൃശ്യമുണ്ട്. ആ ദൃശ്യം ഞാൻ വളരെ സൂക്ഷിച്ചു കണ്ടു. ഒരു രാത്രി സമയത്തെ വിഷ്വലാണ്. രാത്രി സമയത്ത് സുഗതൻ ഉടുപ്പ് പോലും ഇട്ടിട്ടില്ല.
സുഗതൻ ഒളിച്ചോടി പോകാനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ചാടി പോകാനാണെങ്കിൽ സുഗതൻ ഒരു ഉടുപ്പ് പോലും ഇടാതെ ചാടി പോകില്ലല്ലോ. സുഗതൻ അവിടെ സുഖം ഇല്ലാതിരിക്കുകയായിരുന്നു, വീട്ടിലിരിക്കുകയായിരുന്ന സമയത്ത് അവിടെ ചെല്ലുന്നു, പ്രശ്നം ഉണ്ടാക്കുന്നു, സുഗതനെ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്നു. ആ പിടിച്ചു വലിച്ചു കൊണ്ടുവരുന്ന ദൃശ്യങ്ങളിൽ നമ്മൾ ആകെ കാണുന്ന സുഗതന്റെ ഭാര്യയെ മാത്രമാണ്. അപ്പോഴും അവർ പറയുന്നത് എന്താണ്? സുഗതൻ എങ്ങോട്ടും പോവില്ല സാറേ, നിങ്ങളുടെ അടുത്തോട്ട് വരും, നിങ്ങൾ അയാളെ വലിച്ചിട്ട് പിടിക്കാതെ ബഹളം ഉണ്ടാക്കാതെ അയാൾ വരും, അയാൾ പോലീസ് സ്റ്റേഷനിലേക്ക് വരും, അവിടെ എത്തിക്കോളും എന്നാണ് പറയുന്നത്. അയാൾ പോകുമെന്നല്ല പറയുന്നത്, അല്ലാതെ ചെറുത്തുനിൽപ്പ് നടത്തുന്നില്ല അവിടെ. പിന്നെ അതിനുശേഷം മാധ്യമങ്ങളുടെ മുന്നിൽ കൊണ്ടുവരും. ഇപ്പൊ പുതിയൊരു കേസ് കൂടി സുഗതന്റെ പേരിൽ എടുത്തിട്ടുണ്ട്. പോലീസിനെ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ടൊരു ഒരു പിന്നെ ഇതുകൂടി എടുത്തിട്ടുണ്ട്. കാരണം സ്വയരക്ഷയ്ക്ക് വേണ്ടി റിവോൾവർ ഉപയോഗിക്കാമെന്ന നിയമം, ആ നിയമം അത് ബലപ്പെടുത്താൻ വേണ്ടി സ്വയരക്ഷയ്ക്കാണ് റിവോൾവർ ഉപയോഗിച്ചത് എന്ന് വരുത്തി തീർക്കാനാണ് ഇപ്പൊ പുതിയൊരു കേസ് അങ്ങനെ എടുത്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ ബാക്കിയല്ല, പോലീസിനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ മാത്രം എന്തുകൊണ്ടാണ് പോലീസ് റെക്കോർഡ് ചെയ്യാതെ പോയത്? ബാക്കിയുള്ള ദൃശ്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്ത പോലീസ്, അതായത് സുഗതനെ വളഞ്ഞിട്ട് പിടിക്കുന്ന ദൃശ്യം റെക്കോർഡ് ചെയ്യുമ്പോൾ 15 പോലീസുകാരുടെ നടുക്കാണ് സുഗതൻ നിൽക്കുന്നത്. അവിടെ സുഗതന്റെ ഭാര്യ കൂടി അല്ലാതെ പുറത്തുനിന്ന് ഒരാളെ കാണുന്നില്ല. അവിടെ സുഗതൻ ഓടിപ്പോവില്ല സാറേ, വരും സാറേ എന്ന് ഭാര്യ പറയുന്നു. അവിടെ നിന്ന് പുറത്തു വന്ന് അവിടെ നിറച്ച് BJP-ക്കാർ തടിച്ചുകൂടിയിരിക്കുകയായിരുന്നു പറഞ്ഞു. ഒരു ദൃശ്യം ഇത്രയും പകർത്തിയ പോലീസുകാർക്ക്, ഇത്ര സമർത്ഥമായി പകർത്തിയ പോലീസുകാർക്ക് എന്തുകൊണ്ടാണ് ഒരു ദൃശ്യം കിട്ടാതെ പോയത്? എന്തുകൊണ്ടാണ് ഒരു ദൃശ്യം സുഗതന്റെ നാട്ടിലെ എല്ലാവരും കൂടി തടയുന്ന ദൃശ്യം പകർത്താതെ പോയത്? അപ്പോ ഇതിൽ നമുക്ക് അത് മാത്രമല്ല, സുഗതന്റെ വീട്ടിൽ ആദ്യം കയറി വന്ന ആദ്യത്തെ ദൃശ്യങ്ങളൊന്നുമില്ല. ഈ പോലീസിന് ഇതിൽ സത്യം തെളിയുക അല്ലെങ്കിൽ സത്യസന്ധരാണ് തങ്ങളെന്ന് വരുത്തണമെന്നായിരുന്നെങ്കിൽ പോലീസ് ഏതായാലും റെക്കോർഡ് ചെയ്യുന്നുണ്ടല്ലോ. ആ സമയത്ത് എന്തുകൊണ്ടാണ് പോലീസ് സാധാരണഗതിയിൽ പോലീസുകാർക്ക് വേണമെങ്കിൽ ഒരു ഇത്രയും വലിയ പ്രശ്നമുള്ള ആളെ പിടിക്കാൻ പോയി ആകാശത്തേക്ക് വെടിവെക്കുന്ന വിപിന് ഒരു പോലീസുകാരനെ കൊണ്ടുപോകാമായിരുന്നില്ലേ? പോലീസിന്റെ ഫോട്ടോഗ്രാഫേഴ്സ് ഇല്ലേ? വലിയ വേണ്ട, ഏതെങ്കിലും ഒരു പോലീസുകാരൻ ഫോൺ എടുത്ത് അയാളുടെ വീട്ടിൽ കയറുന്നത് മുതലുള്ള ദൃശ്യങ്ങൾ പകർത്താമായിരുന്നില്ലേ? അതൊന്നും ചെയ്തിട്ടില്ലല്ലോ. വളഞ്ഞിട്ട് പിടിച്ചിട്ട് പറയുകയാണ്, അയാളെ വളഞ്ഞിട്ട് പിടിച്ചിട്ട് അങ്ങോട്ട് നീങ്ങടാ ഇങ്ങോട്ട് നീങ്ങടാ. അത് പോലീസുകാരുടെ ഒരു രീതിയാണ്. ആരെ പിടിച്ചാലും ചുമ്മാതെ അങ്ങോട്ട് നീങ്ങ ഇങ്ങോട്ട് നീങ്ങടാ എന്ന് പറയും, ഇങ്ങോട്ട് നീങ്ങ. അത് അവരുടെ ഒരു പവർ എക്സസൈസ് ചെയ്യുന്നതാണ് പലപ്പോഴും. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ അതൊരു ശീലമാണ് അവരുടെ. അപ്പൊ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വളരെ പ്രധാനമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നഗരസഭാ ഭരണം അട്ടിമറിക്കാനും പ്രശാന്തിന്റെ പരാജയം, ആ പരാജയം വല്ലാതെ പ്രശാന്തിനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നു. അത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. അപ്പൊ ആ 2 കാര്യങ്ങൾ കൊണ്ട് തകർന്നിരിക്കുന്നു. അതിനാണ് ഈ 2 കേസും അതിനുശേഷം പ്രശാന്ത് പരാജയപ്പെട്ട ശേഷമുള്ള ആ കേസാണ്. നമുക്ക് ഇന്ന് രാവിലെ BJP-യുടെ ഒഫീഷ്യൽ ഭാഗത്തുനിന്ന് ഒരു പ്രതിരോധം ഉണ്ടായിരിക്കുന്നത്. ഒഫീഷ്യൽ ഭാഗത്തുനിന്ന് BJP-യുടെ സംസ്ഥാന ഉപാധ്യക്ഷയാണ് R. ശ്രീലേഖ മാഡത്തിന്റെ ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിൽ അവർ പറയുന്നു, താൻ മത്സരിക്കാൻ ശ്രമിച്ചപ്പോ താനാണ് മത്സരിക്കുന്നതെന്ന് കണ്ടപ്പോൾ തന്റെ പേരിൽ 2 കള്ളക്കേസ് എടുത്തു. അതിൽ നിന്ന് തന്നെ അവർ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, സുഗതനെ ഈ രീതിയിൽ പെടുത്തിയതാണ് എന്ന് പറഞ്ഞുകൊണ്ട് R. ശ്രീലേഖ ഇന്നൊരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. മറ്റ് BJP-യുടെ മുതിർന്ന നേതാക്കന്മാരോ മറ്റാരോ ആരെങ്കിലുമോ ഇത്തരത്തിലൊരു വിഷയത്തെ കുറിച്ച് പ്രതികരിച്ചിട്ടില്ല. മിന്റിന് പത്രസമ്മേളനം വിളിക്കുന്ന ആരും ഈ വിഷയത്തിൽ യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ശ്രീലെ അതാണ് നമുക്ക് സംശയത്തിന് ഇടം നൽകുന്നത്. എന്തുകൊണ്ട് BJP സംസ്ഥാന നേതൃത്വം, രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നു? അവര് എന്തുകൊണ്ട് നിസ്സംഗത പുലർത്തുന്നു? അവർ ഈ വിഷയത്തിൽ പ്രതിരോധത്തിന് വേണ്ടിയിട്ടെങ്കിലും ഒന്നും മിണ്ടുന്നില്ല. സുഗതൻ നിരപരാധിയാണോ? സുഗതന്റെ പേരിലുള്ള കേസുകൾ എന്തൊക്കെയാണ്? ഇതേക്കുറിച്ച് വ്യക്തമായിട്ട് പറയേണ്ട ഉത്തരവാദിത്വം സംസ്ഥാന നേതൃത്വത്തിനില്ലേ? പക്ഷേ മേയർ VV രാജേഷും ജില്ലാ നേതൃത്വവും പിന്നെ കരമന ജയൻ, അതുപോലെ ഗിരി തുടങ്ങിയ കൗൺസിലർമാർ, അവരൊക്കെ വളരെ ശക്തമായ പ്രതിഷേധവും പ്രതിരോധവുമായി എത്തിയിട്ടുണ്ട്. അവർ ഒറ്റക്കെട്ടായി സുഗതന് പിന്നിൽ അണിനിരന്നിട്ടുണ്ട്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന് എന്താണ് ഇക്കാര്യത്തിൽ ഈ തികഞ്ഞ നിസ്സംഗത പുലർത്തുന്നതിന്റെ കാരണം? ഒരുപക്ഷെ 2 കാരണമുണ്ടാകും. ഒന്ന്, ഞാനിപ്പോ പലപ്പോഴും ആലോചിക്കാറുണ്ട്, പല വിഷയങ്ങൾ വരുമ്പോഴും നമ്മൾ രാജീവ് ചന്ദ്രശേഖറിന്റെ കാര്യം പറയുമ്പോൾ ഏറ്റവും ലോക്കലായ ഒരു വിഷയമാണ് തിരുവനന്തപുരത്തെ ഒരു കൗൺസിലറുടെ വിഷയം എന്ന് പറയുന്നത്. ഏറ്റവും താഴെ തട്ടിലുള്ള ഒരു പ്രശ്നമാണ്. ആ പ്രശ്നവുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖറിന് എന്താണ് നടക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖറിന് അറിയില്ല. രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ വന്നിട്ട് 1 വർഷമേ ആയിട്ടുള്ളൂ. ആ 1 വർഷത്തിനിടയിൽ അദ്ദേഹത്തിന് കാര്യമായി പ്രവർത്തകരുമായി വലിയ ബന്ധമൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതെങ്കിലും ഒരു പ്രവർത്തകരെ പറ്റി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രവർത്തകരുടെ BJP ഓഫീസിനകത്ത് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ചിരിക്കും വർത്താനം പറയും എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു സാധാരണ ഇപ്പൊ സുരേന്ദ്രനോ അല്ലെങ്കിൽ V. മുരളീധരനോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഒരുപക്ഷെ MT രമേശിനോ ഒക്കെ ഒരാളെ അറിയുന്നത് പോലെ അറിയാനുള്ള സംവിധാനം ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖറിനില്ല. അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ വന്നൊരു അഭിപ്രായം പറയുമ്പോൾ അത് ഈ കേസിനെ സംബന്ധിച്ച് പഠിക്കണം, ഇതാരാണെന്ന് പഠിക്കണം, ഇത്രയും കാലമുള്ള വിഷയങ്ങളെ കുറിച്ച് മാധ്യമങ്ങളെ അഡ്രസ് ചെയ്യുമ്പോൾ അത് പഠിക്കണം, അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പഠിക്കാനുണ്ട്. എന്നാൽ കേരളത്തിലെ മറ്റുള്ളവരുടെ അവസ്ഥ, അതായത് BJP-യുടെ സംഘടനാ ചുമതല കൂടിയുള്ള സംഘടനാ സെക്രട്ടറി S. സുരേഷിന്
അതിന്റെ ആവശ്യമില്ല. എസ് സുരേഷിന് എളുപ്പത്തിൽ ഈ വിഷയത്തിനെ കുറിച്ച് അറിയാവുന്ന കാര്യമാണ്. എസ് സുരേഷ് പണ്ട് ജില്ലാ സെക്രട്ടറി ആയിരുന്നു, ജില്ലാ അധ്യക്ഷൻ, ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു, ജില്ലാ സെക്രട്ടറി ആയിരുന്നു, യുവമോർച്ച കാലം മുതലുള്ള ആളാണ്, പഴയ ABVP ആണ്. അപ്പൊ കേരള പ്രവർത്തകരെ അറിയുന്ന ഒരാളാണ്. പക്ഷേ പ്രവർത്തകർക്ക് എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോൾ അദ്ദേഹം ഇടപെടുമോ എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല. അത്ര വിശദമായി അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ അദ്ദേഹം മറ്റൊരാൾക്ക് വേണ്ടി ഇടപെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. പ്രവർത്തകർക്ക് വേണ്ടി നിൽക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് അദ്ദേഹത്തിന് വേണ്ടിയാണെന്ന കാര്യത്തിൽ ഒരു എതിരഭിപ്രായം എനിക്കില്ല. 100% ഞാൻ ഉറപ്പോടുകൂടി പറയുന്നു. എസ് സുരേഷ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് മറ്റൊന്നും ചെയ്യാനുള്ള കഴിവില്ലാത്തത് കൊണ്ട്, രാഷ്ട്രീയ പ്രവർത്തനം ചെറുപ്പം മുതൽ തുടങ്ങിയത് കൊണ്ട്, ABVP ആയി അതിനുശേഷം നേരെ BJP-യിലേക്ക് വരുന്നു. അപ്പോ രാഷ്ട്രീയ തനിക്കൊരു മാർഗം, തനിക്ക് ജീവിക്കാനുള്ള ഒരു മാർഗവും നാട്ടുകാർ തന്നെ അറിയാനുള്ള ഒരു മാർഗവും തനിക്ക് സാമ്പത്തികം ഉണ്ടാക്കാനുള്ള ഒരു മാർഗവും എന്നതിൽ കവിഞ്ഞ് ഒരു സംഘടനയെ അല്ലെങ്കിൽ ഒരു സംഘടനയുടെ പ്രവർത്തകരെ അഡ്രസ് ചെയ്യുന്ന ഒരാളാണെന്ന് അഭിപ്രായം എനിക്കില്ല. അദ്ദേഹത്തിന് ഏതെങ്കിലും പ്രവർത്തകർക്ക് അങ്ങനെ അഭിപ്രായം ഉണ്ടെങ്കിൽ അവർ പറയട്ടെ. ഞാൻ ഇത് പറയുമ്പോൾ 1-2 പേര്, എനിക്ക് തോന്നുന്നു ഞാൻ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിനെതിരെ ഒരു പോസ്റ്റ് ഇട്ട സമയത്ത് 1-2 ആൾക്കാർ വന്ന് എന്റെ പോസ്റ്റിന് താഴെ വന്നിട്ട് ഞാൻ സംഘടനാ വിരുദ്ധയാണെന്ന് പറഞ്ഞു. ഞാൻ 23 വർഷമായ സംഘടനയുടെ ഭാഗമല്ല. 23 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ സംഘടനയുടെ ഭാഗമായിരുന്നു. അന്ന് ഞാനൊരു സംഘടനാ വിരുദ്ധതയും നടത്തിയിട്ടില്ല. അന്നും ഇവരെയൊക്കെയാണ്, അന്നും എസ് സുരേഷും കൂട്ടത്തിലുള്ള ആൾക്കാരെയൊക്കെയാണ് അന്നും എന്തെങ്കിലുമൊക്കെ എന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി പറയാനുള്ള ഇടയുണ്ടായിരുന്നത്. എന്നെ സംബന്ധിച്ച് അന്നും ഇവര് ഏതെങ്കിലും തരത്തിൽ സംഘടനയിൽ എന്തെങ്കിലും സാമ്പത്തിക തിരിമറി നടത്തുകയോ അല്ലെങ്കിൽ സംഘടനയുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയോ ഏതെങ്കിലും പുരുഷന്മാരുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും പ്രണയവുമായി ബന്ധപ്പെട്ടോ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്നെ ചോദ്യം ചെയ്യപ്പെടുകയോ ചെയ്യേണ്ട ഒരു ആവശ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെ എന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറി ജീവിച്ചിരിപ്പുണ്ട്, KR ഉമാന്തേട്ടൻ. ഒരിക്കൽ പോലും ഒരു വാക്കുകൊണ്ട് പോലും എന്നെ ഒന്ന് നിയന്ത്രിക്കേണ്ട ആവശ്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കാം. അതുണ്ടായിട്ടില്ല. പിന്നെ ഞാൻ 23 വർഷമായി ഞാൻ ജേർണലിസ്റ്റ് ആണ്. ഞാൻ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് പുറത്തുനിന്ന് കിട്ടുന്ന ഫീഡ്ബാക്കിന്റെ അടിസ്ഥാനത്തിൽ BJP-യിൽ തന്നെയുള്ള പ്രവർത്തകരുടെ ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിമർശിക്കുന്നത്. ഇനി ഒരു സംഘടനാ പ്രവർത്തകയാണെങ്കിൽ ഒരു സംഘബന്ധു എന്ന രീതിയിൽ ഒരു സംഘടനയോട് അനുഭവമുള്ള ആളെന്ന രീതിയിൽ ഞാൻ വിമർശിക്കുമ്പോൾ ആ വിമർശനങ്ങളെ വിമർശനങ്ങളായി കാണാതെ എനിക്കെതിരെയുള്ള ആയുധങ്ങളായി ഉപയോഗിക്കുകയാണ്. സത്യത്തിൽ നമുക്ക് ഒരു സംഘടനയെ വിമർശിക്കുന്നത് ആ സംഘടന നേരെ പോകാനാണ്. ആ സംഘടനയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുന്ന സംഘടനയോട് ആത്മബന്ധമുള്ളതുകൊണ്ടാണ്. ആ സംഘടനയോട് ഒരു ആത്മബന്ധമില്ലെങ്കിൽ ആർക്കും അതിനെ വിമർശിക്കേണ്ട കാര്യമേ ഇല്ല. ആ സംഘടനയിൽ കയ്യും കെട്ടിയിരുന്ന് കിട്ടുന്ന സംഘടനക്കാരിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ആനുകൂല്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് ജീവിക്കുക മാത്രമേ. പറയുന്നത് വളരെ ശരിയാണ്, അത് എല്ലാവർക്കും ബോധ്യപ്പെടുന്ന കാര്യവുമാണ്. പക്ഷേ എന്തുകൊണ്ടാണ് ഈ രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ മൗനം പാലിക്കുന്നത്? അദ്ദേഹത്തിന്റെ ഒരു നിമിഷം അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചാനൽ ഏഷ്യാനെറ്റ് ന്യൂസ് ഘോരം സുഗതൻ ഒരു കൊടും കുറ്റവാളിയാണ് എന്ന മട്ടിലാണ് വാർത്തകൾ കൊടുത്തുകൊണ്ടിരുന്നത്. അതായത് മാധ്യമപ്രവർത്തകർ ജഡ്ജിമാരല്ല, വിചാരണ നടത്താനുള്ള അധികാരം ആരും അവർക്ക് നൽകിയിട്ടില്ല. എന്നിട്ടും ഈ സുഗതൻ ഒരു കൊടും കുറ്റവാളിയാണ്, ഗോവിന്ദചാമിയേക്കാൾ നിഷ്ഠൂരനായ ഒരു കുറ്റവാളിയാണ് എന്ന മട്ടിലാണ് ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ. അതിൽ ഏഷ്യാനെറ്റിനെ നമ്മൾ എടുത്തു പറയുന്നത്, ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഉടമസ്ഥൻ എന്ന് പറയുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. ഏതാണ്ട് 80%-ലധികം അതിന്റെ ഷെയറുകൾ അദ്ദേഹത്തിന്റെ കൈവശമാണ്. അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ചാനൽ തന്നെ ഇങ്ങനെ BJP-യെ കരിവാരി തേക്കുന്ന ഒരു നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇവിടെയും ഈ രാജീവ് ചന്ദ്രശേഖർ തികഞ്ഞ നിസ്സംഗത പുലർത്തുകയാണ്, മൗനം പാലിക്കുകയാണ്. ഇതാണ് നമുക്ക് അറിയേണ്ട വിഷയം. പ്രശാന്ത്, ഇതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, മാധ്യമപ്രവർത്തകരുടെ ഭാഗം ഞാൻ പറയാം. മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ചാനലിലൊക്കെ ആദ്യം വാർത്ത കിട്ടുന്നത് അങ്ങ് പ്രസിദ്ധീകരിക്കുന്നതിനപ്പുറത്തേക്ക് എന്താണ് ഏതാണെന്ന് നോക്കാറില്ല. 2, ഇവരെല്ലാം ഇടതുപക്ഷ അനുഭാവികളാണ്. അതുകൊണ്ട് BJP-ക്കാരനെതിരെ ഒരു പ്രശ്നം വന്നാൽ അങ്ങ് ഇറങ്ങി പുറപ്പെടുക തന്നെ. അതിൽ സത്യമുണ്ടോ കള്ളമുണ്ടോ എന്ന് നോക്കാറില്ല. എത്ര പേരുടെ കയ്യിൽ ഈ സുഗതനുമായി ബന്ധപ്പെട്ട FIR-ന്റെ കോപ്പി കാണും? ഞാൻ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ എന്റെ ഉത്തരവാദിത്വത്തോടു കൂടി തന്നെയാണ് ഞാനത് പറയുന്നത്. ഏത് കാര്യവും ഞാൻ അങ്ങനെ പറയും. ഇത് ഞാൻ FIR, സുഗതന്റെ കേസിന്റെ FIR ഡീറ്റെയിൽസ്, ഞാൻ എടുത്ത FIR ഡീറ്റെയിൽസ് ആണ്. അപ്പോ ഒരു കേസിന്റെ ഡീറ്റെയിൽസ് ഞാൻ അപ്പോൾ തന്നെ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു. ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവർ എഴുതി വെച്ചിരുന്ന ഒരു ഡോക്യുമെന്റ്സ് ഞാൻ കളക്ട് ചെയ്തു. ആ ഡോക്യുമെന്റ്സ് പ്രകാരം ഈ കേസ് ഏതാണെന്ന് നോക്കി. ആ കേസ് ഞാൻ വെരിഫൈ ചെയ്തു. ആ കേസിന്റെ FIR ഡൗൺലോഡ് ചെയ്തു. അപ്പൊ ഇത്തരത്തിലുള്ള പഠിത്തമോ അല്ലെങ്കിൽ ഈ വിഷയങ്ങളെ കുറിച്ചോ ആരും ഇത് പഠിക്കുകയില്ല. അപ്പൊ അത് പഠിച്ചത് കൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിൽ പല കേസുകളും രാഷ്ട്രീയപരമായി ബന്ധപ്പെട്ടതാണ്. ഇതില് മേയറും മുൻ മേയറും അതുപോലെ തന്നെ MLA-മായിരുന്ന VK പ്രശാന്തിനെ വഴിതടഞ്ഞ കേസുണ്ട്. പിന്നെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസുണ്ട്. ആ കേസിലൊക്കെ 307 ചാർജ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
ആലോചിച്ച് ഒരു കൗൺസിലർ ഒരു സ്ഥലത്ത് ഒരു പ്രശ്നബാധിതമായ സ്ഥലത്ത് ചെന്നപ്പോൾ അവിടെ അന്ന് CPM-കാരനെതിരെയാണ്, CPM-കാരനാണ് പുതിയ പാട്ട് പാടണമെന്ന് പറഞ്ഞ് അവിടെ ബഹളം വെച്ചത്. അപ്പൊ എന്തായാലും കേരളത്തിലെ പോലീസ് CPM-കാരെ വിട്ടിട്ട് ഒരു തീരുമാനം എടുക്കില്ല എന്ന് ആർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ആ CPM-കാരനെ കേസ് ബലപ്പെടുത്താൻ വേണ്ടി CPM-കാരനെ ദണ്ഡ കൊണ്ടടിച്ചു, മൃതപ്രായനാക്കി. എവിടെയാണ് അങ്ങനെ ഒരു കാര്യം നമ്മൾ ആദ്യം കേട്ടിട്ടുണ്ടോ? അപ്പൊ ദണ്ഡ കൊണ്ടടിച്ചു, മൃതപ്രായനാക്കി എന്നൊക്കെ ഉള്ള ഒരു കേസ് ഒന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരാളെ നമ്മൾ കേട്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങനെയുള്ള ഒരു കേസ്, അത്തരത്തിലുള്ള ചില കേസുകൾ ചമച്ചുകൊണ്ട് മനഃപൂർവ്വമായി കഴിഞ്ഞ കുറെ നാളുകളായി സുഗതനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് BJP-യുടെ ഭാഗത്തുനിന്നും BJP-യുടെ ചില പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുമുള്ള ശ്രമങ്ങൾ നന്നായിട്ടുണ്ട്. കേരളത്തിലെ BJP-ക്ക് ഇപ്പൊ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, കേരളത്തിലെ BJP-ക്ക് കുറച്ചു പേരൊക്കെ ഇപ്പോ രക്ഷപ്പെട്ടു വരുന്നു എന്നൊരു തോന്നലുണ്ട്. പ്രത്യേകിച്ച് പണം ഉണ്ടായിട്ടുണ്ട്. BJP-യുടെ സംഘടനാ സംവിധാനത്തിൽ പണമുണ്ട്, പദവിയുണ്ട്, ഇപ്പോൾ ജയിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇനി ജയിച്ചില്ലെങ്കിലും കോടിക്കണക്കിന് രൂപ വരുമാന മാർഗം ഓരോരുത്തർക്കും ലഭിക്കുന്നുണ്ട്. ഓരോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴും ലക്ഷങ്ങളും കോടികളും ഓരോ നേതാക്കന്മാരും ഉണ്ടാക്കുന്നുണ്ട്. ഇനി മത്സരിക്കാത്ത നേതാക്കന്മാർ അതിലുമേറെ കോടികൾ ഉണ്ടാക്കുന്നുണ്ട്. ഇലക്ഷന്റെ ഭാഗമായി നിൽക്കുന്നവർ, ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇലക്ഷന്റെ ഭാഗമായി നിൽക്കുന്നവർ പലരും, ഇലക്ഷന്റെ ഓഫീസ് മാനേജ് ചെയ്തിരുന്നവർ, ഇലക്ഷന്റെ ചില നേതാക്കന്മാരുടെ ബിനാമികളായി നടന്നിരുന്നവർ കോടികളുടെ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്. ലക്ഷങ്ങളുടെ ലോണുകൾ അടച്ചിട്ടുണ്ട്. അതിന്റെയും തെളിവ് എന്റെ കയ്യിലുണ്ട്. ലക്ഷങ്ങളുടെ ലോണുകൾ അടച്ചതിന്റെ തെളിവുകൾ അടക്കം എന്റെ കയ്യിലുണ്ട്, പലരും അടച്ചതിന്റെ. അപ്പൊ ഞാൻ പറയുന്നത് വളരെ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ പറയുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, VV രാജേഷ് അതാ ഞാൻ പറയാൻ വരുന്നു, ആ ഉത്തരം പറയാൻ വരുന്നു. രാജീവ് ചന്ദ്രശേഖർ ഒരു പക്ഷേ ഇതിൽ ഇടപെടാത്തത്, അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമുണ്ട്. അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അദ്ദേഹം പുതിയതായി വന്ന സംസ്ഥാന അധ്യക്ഷനാണ്. പുതുതായി വന്ന ഒരു സംസ്ഥാന അധ്യക്ഷൻ ഒരാളെ കുറിച്ച് പഠിക്കണമെങ്കിൽ അവിടെ ഒരു ചോദ്യമുണ്ട്. ഇത്രയും അറിവില്ലാത്ത സംസ്ഥാനത്തെ കുറിച്ച്, കേരള രാഷ്ട്രീയത്തെ കുറിച്ച് ഇത്രയും അറിവില്ലാത്ത ഒരാളെയാണോ ഈ ഇന്ത്യ ഭരിക്കുന്ന കേന്ദ്ര എന്താ പറയാ BJP നേതൃത്വം ഇവിടെ സംസ്ഥാന പ്രസിഡന്റായിട്ട് നിയോഗിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി ഇവിടെ ഉണ്ട്. അതിന് ഞാൻ മറുപടി പറയാം പ്രശാന്തെ. ഭാവനാപൂർവമായി രാഷ്ട്രീയത്തെ സമീപിക്കുന്ന, രാഷ്ട്രീയം ഞാൻ പോയാൽ പ്രളയമാണെന്ന് ചിന്തിക്കാത്ത ഒന്നാന്തരം പ്രവർത്തകരുണ്ടെങ്കിൽ മാത്രമേ രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയത്തിന് വളർച്ച ഉണ്ടാവൂ. കേരളത്തിൽ ഉണ്ടായിരുന്ന ഓർഗനൈസിംഗ് സെക്രട്ടറി ആയിരുന്ന PP മുകുന്ദൻ കൊണ്ടുവന്ന നേതാക്കന്മാരല്ലാതെ ഇന്ന് ഇവരാരെങ്കിലും ഏതെങ്കിലും നേതാക്കന്മാരെ വളർത്തിയെടുക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്? ഇനി ഈവൻ V മുരളീധരനായാലും K സുരേന്ദ്രനായാലും ഇപ്പോഴുള്ള RC ആണെങ്കിലും S സുരേഷ് ആണെങ്കിലും അവനവന്റെ അസ്മാദികളെ, ഒന്നിനും കൊള്ളാത്ത അസ്മാദികളെ, കൊള്ളുന്നവരല്ല, രാഷ്ട്രീയം പറയാൻ അറിയുന്ന ആരെയെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? എങ്ങനെയാണ് സന്ദീപ് വാര്യർ ഈ പാർട്ടിയിൽ വന്നത്? ഒരു കാലത്ത് ആധാർ യുണീക്ക് ഐഡന്റിറ്റിയുമായി ബന്ധപ്പെട്ട് UID-യുമായി ബന്ധപ്പെട്ട് ആരും സംസാരിക്കാൻ ചാനലുകളിൽ ഇല്ലാതിരുന്ന കാലത്ത് മീഡിയ1 വെറുതെ അയാളെ വിളിക്കുകയും അയാൾ വന്ന് സംസാരിക്കുകയും അതിനുശേഷം അയാൾ നിരന്തരമായി ചർച്ചകളിൽ വരികയും ചെയ്തപ്പോൾ അന്ന് ആരും ചർച്ചകളിൽ ഇല്ലാത്തത് കൊണ്ട്, ചർച്ച ചെയ്യാൻ ആൾക്കാർ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ് സന്ദീപ് വാര്യർ അന്ന് രാഷ്ട്രീയത്തിൽ പിന്നീട് വരാനുള്ള സാഹചര്യം ഉണ്ടായത്. അതിനുശേഷം കേരള രാഷ്ട്രീയത്തിൽ വന്ന മാറ്റം എന്താണ്? ശബരിമല കാലത്ത് സ്വയം സംസാരിച്ചുകൊണ്ട് രംഗത്ത് വന്ന ശങ്കുട്ടി ദാസ്, അതിനുശേഷം വന്നിട്ടുള്ള യുവരാജ് ഗോകുൽ. എത്രയോ കാലം യുവരാജ് ഗോകുലിനെ പുറത്തു നിർത്തിയിരുന്നു. ഇന്നും യുവരാജ് ഗോകുലിന് അർഹമായ പ്രാതിനിധ്യം ഈ പാർട്ടി നൽകുന്നുണ്ടോ? അപ്പൊ കഴിവും കാര്യപ്രാപ്തിയും ഉള്ളവരെ ഈ പാർട്ടിയിലേക്ക് വേണ്ട. ഞങ്ങളെ പോലുള്ള കുറെ മണ്ണുണ്ണികൾ ഇത് ഭരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന കുഴപ്പമാണിത്. നല്ല നേതാക്കന്മാർ, കേരളത്തിൽ നല്ല നേതാക്കന്മാരെ വളർത്തിയെടുക്കാൻ കേരളത്തിലെ കാലാകാലങ്ങളിൽ BJP ഉണ്ടായിരുന്നവർക്ക് സാധിച്ചിട്ടില്ല. രാഷ്ട്രീയം എന്തെന്നറിയില്ല, രാഷ്ട്രീയ വിഷയങ്ങൾ ഇടപെടില്ല. സ്വയം ഞങ്ങൾ കുറെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം, ഞങ്ങൾ കുറെ തെരഞ്ഞെടുപ്പിൽ കാശുണ്ടാക്കണം എന്നുള്ളതാണ്. കേരളത്തിലെ BJP-യുടെ രാഷ്ട്രീയ നേതാക്കന്മാർ എന്ത് പണിയെടുത്തിട്ടാണ് കോടികളുടെ ആസ്തി ഉണ്ടാക്കിയിട്ടുള്ളത്? തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് മാത്രമാണ്. 2014 ശേഷം കേരളത്തിൽ കേന്ദ്രത്തിന്റെ ഫണ്ട് വരുന്നുണ്ട്. അതിനു മുമ്പൊക്കെ ഫണ്ട് വരുന്നത് കുറവായിരുന്നു. അന്ന് ഇത്രയും വലിയ ഇടി ഉണ്ടായിരുന്നില്ല. 2014 ശേഷം കേന്ദ്രത്തിൽ നിന്ന് ഫണ്ട് വന്നു തുടങ്ങിയതോടെ ഇടിയും ബഹളവുമായി. ജയിക്കുക എന്നുള്ളത് ഒരു നേതാവിന്റെയും ക്രൈറ്റീരിയയിലില്ല. എല്ലാ തവണയും സീറ്റ് വാങ്ങിക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു നേതാവിനും ഇവിടെ ജയിക്കണമെന്ന താല്പര്യമില്ല. ഇപ്പോഴും ആലോചിച്ച് നോക്കൂ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഒരു വ്യക്തമായ ചോദ്യം ചോദിക്കുകയാണ്. ഒരു സംഘടനയോട് ഞാൻ എന്റെ സ്ഥാപനത്തോട് എനിക്ക് കമ്മിറ്റ്മെന്റ്, ഞാൻ ഒരു സ്ഥാപനം തുടങ്ങുന്നു ഇരിക്കട്ടെ, എന്റെ സ്ഥാപനത്തോട് എനിക്ക് കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റവും പ്രൊഫഷണലായ ആൾക്കാരെ എന്റെ സ്ഥാപനത്തിൽ എത്തിച്ച് അവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ പണിയെടുപ്പിച്ച് എന്റെ സ്ഥാപനം നന്നാക്കാനാണ് നോക്കുന്നത്. എന്റെ ഉദ്ദേശം അതാണ്. ഞാൻ അങ്ങനെയാണ് ഒരു സ്ഥാപനം നന്നാക്കാൻ. BJP-യോട് താല്പര്യമുള്ള BJP താങ്കൾ ചൂണ്ടിക്കാണിച്ച കാര്യം വളരെ ശരിയാണ്. ഇവിടെ ഇപ്പോഴും ഒരു ചോദ്യം അവശേഷിക്കുകയാണ്.
തിരുവനന്തപുരം നഗരസഭാ ഭരണം BJPക്ക് ലഭിച്ചതിൽ അസംതൃപ്തിയുള്ള BJP നേതാക്കളുണ്ടോ? അതിനും കൂടി ഉത്തരം പറഞ്ഞാൽ നമുക്ക് ഈ ചർച്ച അവസാനിപ്പിക്കാം. ആദ്യ സമയത്ത് സത്യത്തിൽ എനിക്ക് തോന്നുന്നു, എന്റെ ഒരു കാൽക്കുലേഷൻ ഞാൻ പറഞ്ഞുതരാം. VV രാജേഷിനെ ഒതുക്കൽ എന്ന പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് കൗൺസിലറായി മത്സരിപ്പിക്കാൻ തീരുമാനിച്ചത്. കൗൺസിലറായി നിന്നോട്ടെ എന്നുള്ളതാണ്. സംസ്ഥാന സെക്രട്ടറി പദം കൊടുത്തു. സത്യത്തിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആവേണ്ട ഒരാളായിരുന്നു VV രാജേഷ്. അത് നമുക്കിപ്പോ VV രാജേഷിന്റെ പ്രവർത്തനത്തിലൂടെ മനസ്സിലാവുന്നുണ്ട്. അപ്പോ VV രാജേഷിനെ അങ്ങനെ കൗൺസിലറാക്കി, VV രാജേഷിന് അറിയാതെ ഈശ്വര ഭാഗ്യം കൊണ്ട് നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യം, നറുക്കെടുക്കുന്ന കിട്ടുന്ന പോലെ ഒരു ഭാഗ്യം അദ്ദേഹത്തിന് ലഭ്യമായി. അദ്ദേഹം മേയറായി. അദ്ദേഹം മേയറാകുമ്പോൾ മേയർ പദവി കിട്ടി. ഒരു നറുക്കെടുപ്പ് പോലെ ഇപ്പൊ നമ്മൾ നറുക്കിട്ടാൽ ചിലപ്പോൾ ഭാഗ്യത്തിന് ഒരു ലോട്ട് കിട്ടില്ലേ, അതുപോലെ. പക്ഷെ അതിൽ അന്നു മുതൽ അദ്ദേഹം തിരുവനന്തപുരത്തുകാരുടെ മേയറായി. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എല്ലാവരെയും, ഒരു നല്ല പൊതുപ്രവർത്തകനായി രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എല്ലാവരെയും ഒരുമിച്ച് സഹകരിപ്പിച്ചു കൊണ്ടുപോകാൻ തുടങ്ങി. അപ്പോ മുതൽ ചില അസൂയകൾ അദ്ദേഹത്തിന്റെ പിന്നാലെ ഉണ്ട്, അസൂയാലുക്കളുണ്ട്. തന്നെത്താനെ ചില ആൾക്കാർ PR ചെയ്യാൻ ശ്രമിക്കുന്നു, ചില ആൾക്കാർ കാരണം അടുത്തൊരു സംസ്ഥാന പ്രസിഡന്റ് ഇപ്പൊ ഈ നമുക്കറിയാം രാജീവ് ചന്ദ്രശേഖർ, ഒരു പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചിടത്തോളം കേരള രാഷ്ട്രീയത്തെക്കാൾ അദ്ദേഹത്തിന് ഗുണകരം ദേശീയ രാഷ്ട്രീയം തന്നെയാണ്. കേരളത്തിൽ അദ്ദേഹം വന്നു 3 സീറ്റ് പിടിച്ചെങ്കിലും വോട്ടിംഗ് പെർസെന്റേജ് ഒക്കെ താഴെ പോയി എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ രാഷ്ട്രീയപരമായി കേരളത്തിൽ BJP ഇപ്രാവശ്യം 3 സീറ്റ് കിട്ടി എന്നുള്ളത് 15 സീറ്റ് കിട്ടേണ്ടിടത്താണ് 3 സീറ്റ് കിട്ടിയത്. അതൊരു വലിയ കാര്യമല്ല. കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ BJPക്ക് അനുകൂലമായി പരുവപ്പെട്ടിരിക്കുന്നു. ഇനി അവിടെ വിതയ്ക്കുന്ന വിത്തുകൾ, ആ വിത്തുകൾ ഒന്ന് വളർത്തിയെടുത്ത് വളം കൊടുത്ത് വളർത്തിയെടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. കാരണം അതിനു മുമ്പുള്ള, ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയ രംഗത്ത് നമ്മൾ പറയുന്നല്ലോ RC വന്നു ഇവിടെ വലിയ വിപ്ലവം സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ, രാഷ്ട്രീയമോ രാഷ്ട്രീയ പ്രവർത്തനമോ ഒന്നും ഒരു ദിവസം കൊണ്ടുണ്ടാവുന്നതല്ല. ഇതൊരു തുടർച്ചയാണ്. ഇതിനു മുമ്പ് ചെയ്തു വെച്ചിരുന്ന എല്ലാ പ്രവർത്തകരും, എല്ലാ സർക്കാരും തുടർച്ചയാണ്, രാഷ്ട്രീയ പ്രവർത്തനം തുടർച്ചയാണ്, ഒരു പാർട്ടികൾ തുടർച്ചയാണ്, പാർട്ടിയിലെ പ്രവർത്തകർ തുടർച്ചയാണ്. അപ്പൊ ഇതിനു മുമ്പ് വരെ ഉണ്ടായിരുന്ന എല്ലാവരും ചെയ്തു വെച്ചതിന്റെയും കേന്ദ്രത്തിൽ BJPയുടെ ഭരണം ഉണ്ടായതിന്റെയും കേന്ദ്രത്തിൽ BJPയോടുള്ള കേന്ദ്രത്തിന്റെ ബാക്കിയുള്ള സമീപനങ്ങളും ഒക്കെ തന്നെ കേരളത്തിലെ BJPക്കാർക്ക് അല്ലെങ്കിൽ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് BJP അംഗീകരിക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു. അതിനോടൊപ്പം പിണറായി വിജയന്റെ ഭരണം, കോൺഗ്രസിന്റെയും CPMന്റെയും ഒക്കെ പ്രീണനം, ഇതെല്ലാം ഒരു കാരണമുണ്ട്. അതുകൊണ്ട് തന്നെ BJPക്ക് വളരെ വളക്കൂറുള്ള മണ്ണായി ഈ തെരഞ്ഞെടുപ്പിൽ രൂപപ്പെട്ടിരുന്നു. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അതിനെ എങ്ങനെ നല്ല സ്ഥാനാർത്ഥികളെ ഇറക്കി, കഴിവുള്ളവരെ കൊണ്ടുവന്ന്, രാഷ്ട്രീയ പ്രവർത്തനം അറിയാവുന്നവരെ കൊണ്ടുവന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിച്ച് അത് മുതലെടുക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാനുള്ളത്. പക്ഷേ അതല്ല BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമുക്കറിയാം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ BJPയുടെ ഇലക്ഷൻ പ്രചരണ രംഗത്തൊക്കെ എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് യാതൊരു ഊഹവുമില്ല. പണം ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് ഇവർക്കാർക്കും വേറെ ലക്ഷ്യങ്ങളില്ലായിരുന്നു എന്ന് ഞാൻ പറയുന്നതിന്റെ കാരണമാണ് BJPയുടെ ഇലക്ഷൻ ക്യാമ്പയിൻ മാർക്സിസ്റ്റുകാരായ മാപ്രകളെ ഏൽപ്പിച്ചത് വാർത്ത നമ്മൾ തന്നെയാണല്ലോ. അതാണ് അത് പറഞ്ഞ ഉടനെ പറയാം നമുക്കത് കിട്ടാത്തതുകൊണ്ടാന്ന് പറയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ PR വർക്കൊന്നും ചെയ്യുന്നില്ല, നമ്മളെ വാർത്തകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ. PR വർക്ക് നമ്മൾ ചെയ്യുന്നില്ല, അത് വേറൊരു കാര്യം. അപ്പോ ഇതില് ഞാൻ മനസ്സിലാക്കുന്ന കാര്യം, അതും പണം ഉണ്ടാക്കാനുള്ള മാർഗമായി ഈ തെരഞ്ഞെടുപ്പിനെ ഉപയോഗിച്ചു എന്നുള്ളത് തന്നെയാണ്. രാഷ്ട്രീയ ലാഭത്തിനപ്പുറത്തേക്ക് പണലാഭമാണ് പല നേതാക്കന്മാർക്കും വേണ്ടിയിരുന്നത്. അത് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 10 തലമുറയ്ക്ക് കഴിയാനുള്ള പണം പല ആൾക്കാരും ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളൊക്കെ വരും ദിവസങ്ങളിൽ പുറത്തു വരും. അത് ഇപ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് പുറത്തു വരാത്തത് തന്നെ ചില റീസൺസ് ഉണ്ട്. അത് പിന്നീട് ഞാൻ പറയാം. കേന്ദ്ര നേതൃത്വവുമായി ബന്ധപ്പെട്ടൊക്കെ അവിടേക്ക് പരാതികളൊക്കെ പോകുന്നുണ്ട്. ഞാനും ഒരു പരാതി നൽകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. കാരണം എന്റെ കയ്യിൽ ഡോക്യുമെന്റ്സ് ഉണ്ട്. ഡോക്യുമെന്റ്സ് വെച്ചിട്ട് ഞാനും ഒരു പരാതി കൊടുക്കണം എന്ന് തന്നെ വിചാരിച്ചിട്ടാണ്. കാരണം സോളിഡ് ഡോക്യുമെന്റ്സ് എന്റെ കയ്യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം ആരെങ്കിലും ഒരാൾ വളർന്നു വരുന്നത് ഇഷ്ടമല്ലാത്ത മറ്റു നേതാക്കന്മാർ ഈ ഏറ്റവും കൂടുതൽ രാജേഷിന്റെ കാര്യത്തിലും അത് സംഭവിച്ചിരിക്കുന്നു എന്നാണോ ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും കൂടുതൽ ഉപജാപക വൃന്ദങ്ങളും സംഘങ്ങളും ഉള്ളത് BJPയിലാണ്. ഒരു കാരണവും കൂടാതെ ഒരാളെ അങ്ങ് ഉപരോധിക്കാൻ തീരുമാനിച്ചാൽ അത് ഉപരോധം അങ്ങ് നീണ്ടുപോകും എന്നുള്ളതാണ്. കേരളത്തിൽ BJP അധികാരത്തിൽ വരണമെങ്കിൽ കേരളത്തിലെ BJPയുടേതായ ഇന്ന് വരെയുള്ള എല്ലാ പ്രവർത്തകരെയും ഒരുമിച്ച് ചേർത്ത് നിർത്തുകയും കൂടെ പുറത്തു നിന്നുള്ളവരെ കൊണ്ടുവരികയും ചെയ്യണം. ആരെയും മാറ്റി നിർത്തിക്കൊണ്ടോ ഏതെങ്കിലും ഒരാളെ ഇല്ലാതാക്കിക്കൊണ്ടോ ഇവിടെ BJP ഭരിക്കാമെന്നോ ഒന്നും ആരും സ്വപ്നം കണ്ട. അതൊരു സ്വപ്നം BJPക്ക് ആർക്കും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർക്ക് വീട് വെക്കണം, അവരുടെ കോടികൾ ഉണ്ടാക്കണം, കാർ ഉണ്ടാക്കണം. പണ്ടത്തെ കാലഘട്ടമാണ് ഇപ്പോഴത്തെ കാലഘട്ടം. BJPയുടെ ഒരു സംസ്ഥാന കമ്മിറ്റി നടത്തണമെങ്കിൽ ഏതാണ്ട് 150 ഇന്നോവ പാർക്ക് ചെയ്യാനുള്ള സ്ഥലം വേണം. ഇന്നോവയിൽ കുറഞ്ഞൊരു വാഹനം, ഇന്നോവ ക്രിസ്റ്റയിൽ കുറഞ്ഞൊരു വാഹനം ആർക്കും ഇല്ല. ഈ പ്രാവശ്യത്തെ ഓഫീസിന്റെ ചുമതലയുള്ള ആൾ എർട്ടിക വാങ്ങിച്ചു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓഫീസിന്റെ ചാർജ് ഉണ്ടായിരുന്ന ഇലക്ഷൻ കഴിഞ്ഞ ആള് ഏതാണ്ട് 70 ലക്ഷം രൂപയുടെ ലോൺ അടച്ചു, എർട്ടിക വാങ്ങിച്ചു. വേറൊരാൾ 30 ലക്ഷം രൂപയുടെ ലോൺ അടച്ചു. ഇതിനൊക്കെ ചിലതിന്റെ ഒക്കെ ക്ലിയർ എവിഡൻസ് എന്റെ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഉത്തരവാദിത്വത്തോടെ തന്നെയാണ് പറയുന്നത്, വെറുതെ അല്ല പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്
രാഷ്ട്രീയം എന്ന് പറയുന്ന കേരളത്തിലെ BJP-യുടെ രാഷ്ട്രീയ പ്രവർത്തനം BJP രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. എന്ത് രാഷ്ട്രീയ പ്രവർത്തനം? സമൂഹവുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ പ്രവർത്തനം നടത്തണ്ടേ? ജനങ്ങളെ മനസ്സിലാക്കണ്ടേ? എന്നെ എത്ര പേരാ ഒരു ദിവസം, ഞാൻ ഈ കൃത്യമായ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് ഒരു ദിവസം എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഫോൺ എടുക്കാൻ സമയമില്ല. പല ഫോണുകളും ഞാൻ കളയുക, എടുക്കാതെ. എന്ന് വെച്ചാൽ പലരും വിളിച്ച് അവർക്കൊന്നും ധൈര്യമില്ല പറയാൻ. പറയുന്ന ആൾക്കാരെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തായാലും ഇവിടെ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സുഗതൻ വഴി രാജേഷിനെ വീഴ്ത്താൻ പറ്റുമെങ്കിൽ രാജേഷ് വീഴ്ന്നു പൊക്കോട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഞാൻ ചോദിക്കും, ഇത്രയും വിഷയങ്ങളെ കുറിച്ച് വാചാലനാകുന്ന സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്തുകൊണ്ടാണ് ഒരു ബാക്കി വിഷയത്തിൽ മിണ്ടാത്തത്? എന്താണ് പാർട്ടിയുടെ നയം? സംസ്ഥാന ജനറൽ സെക്രട്ടറി ഞാൻ ആ കാര്യത്തിൽ RC ഒഴിവാക്കുന്നു. കാരണം RCക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഇത്രയും കാലത്തെ കേസുകൾ, ഇയാളുടെ രീതികൾ, ഇയാളുടെ ഇപ്പൊ പത്രക്കാരുടെ മുമ്പ് വരുമ്പോൾ ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് പറയാൻ അറിയുന്നുണ്ടാവില്ല. ശരി, അതിലൊരു തീരുമാനം എടുത്ത് നടപ്പാക്കേണ്ടത് ആരാ? പറയേണ്ടത് ആരാ പറയേണ്ടത്? അപ്പൊ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം VV രാജേഷിനെ കൂടി ഈ കൂട്ടത്തിൽ ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. VV രാജേഷിന്റെ മാത്രം ഉത്തരവാദിത്തമാണ് സുഗതനെ കൊണ്ടുവന്ന് ഭരണം നിലനിർത്തുക. എവിടെയോ ഒരു ഗൂഢാലോചന നടക്കുന്നതായിട്ട് സംശയിക്കേണ്ടിയിരിക്കുന്നു. തീർച്ചയായും ഒരു സംശയമില്ല. എന്തായാലും വളരെ നന്ദി, താങ്കൾ ഈ വിഷയത്തിൽ ഇത്രയും വിശദമായി പ്രതികരിച്ചതിന്. നമുക്ക് കാത്തിരിക്കാം. BJP-യുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകളുമായിട്ട് നമുക്ക് പ്രേക്ഷകരിലേക്ക് മടങ്ങി വരാം. നന്ദി, നമസ്കാരം.